നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ കേരളത്തിന്റെ വടക്കോട്ട് പോയാലും തെക്കോട്ട് പോയാലും നമ്മുടെ നാടിന്റെ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് ഈ കാവുകളാ. വെറും കാവല്ല, സർപ്പക്കാവുകള്. ആൾക്കാർ പറയും അതൊരു പേടിപ്പെടുത്തുന്ന സ്ഥലമാണെന്ന്. പക്ഷെ സംഗതി അങ്ങനല്ല. അതൊരു വലിയ വിശ്വാസമാ, വലിയൊരു പാരമ്പര്യത്തിന്റെ കഥയാ. ഈ കാണുന്നില്ലേ സർപ്പക്കുറ്റികള്? ഇതിനെ വെറും മണ്ണാണെന്ന് വിചാരിച്ച് തട്ടിപ്പൊളിക്കാൻ നടന്നാൽ പണി പാളൂട്ടോ. കാരണന്മാരോട് ചോദിച്ചാൽ പറയും ഇതൊക്കെ നാഗത്തന്മാരുടെ കൊട്ടാരങ്ങളാണെന്ന്. വെയിൽ കൊള്ളാതെ മഴ നനയാതെ നമ്മുടെ നാഗദൈവങ്ങൾ അന്തി ഉറങ്ങുന്ന ഇടം. ആ പുറ്റിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവിടെ ഒരു ചൈതന്യമുണ്ടെന്ന് ഓരോ കാരണന്മാരും ആണയിട്ട് പറയും. പണ്ട് മുതലേ പറച്ചിലുണ്ട്, കാവ് തേടിയാൽ കുടുംബം മുടിയുമെന്ന്. ഇതിപ്പോ ശാസ്ത്രം നോക്കിയാലും വിശ്വാസം നോക്കിയാലും സംഗതി സത്യമാ. കാവില്ലെങ്കിൽ മണ്ണില്ല, മണ്ണില്ലെങ്കിൽ വെള്ളമില്ല. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ നട്ടുപിടിപ്പിച്ച ഈ വൻമരങ്ങളും ഈ പുറ്റുകളും കാത്തു സൂക്ഷിക്കുന്നത് ഈ നാടിന്റെ തന്നെ നിലനിൽപ്പാണ്. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാകും ഈ കാലത്തും ഈ നാഗാരാധനയൊക്കെ വേണോ എന്ന്. സുഹൃത്തുക്കളെ, ഈ നാഗപ്പുറ്റുകൾ എന്ന് പറയുന്നത് വെറും ഒരു മൺകൂരല്ല, അത് പ്രകൃതിയുടെ ഒരു പടച്ചട്ടയാണ്. സർപ്പങ്ങൾ കാവിലിരിക്കുന്ന ഈ മണ്ണുണ്ടെങ്കിലേ നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് കാവിലെ തൊടുമ്പോൾ ഒരു വട്ടം കൂടി ആലോചിക്കണം. ഇത് വിശ്വാസം മാത്രമല്ല, നമ്മുടെ പൈതൃകം കൂടിയാണ്. ഇതിപ്പോ കാവുകളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ആലപ്പുഴയിലുള്ള മണ്ണാർശാലയെ പറ്റി പറയാതെ ഈ കഥ തീരില്ല സുഹൃത്തുക്കളെ. അതാണ് ഐറ്റം. നാഗാരാധനയുടെ മെയിൻ സെന്റർ എന്ന് വേണേൽ പറയാം. എന്താപ്പ അവിടുത്തെ പ്രത്യേകത എന്താണെന്നോ? ഇതാ കേട്ടോ, 30,000-ലധികം നാഗപ്രതിമകളാണ് ആ കാടിനുള്ളിലുള്ളത്. എങ്ങോട്ട് നോക്കിയാലും നാഗത്തന്മാരാ. പിന്നെ വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടെ പൂജ ചെയ്യുന്നത് ഒരു പുരുഷനല്ല, ആ തറവാട്ടിലെ മുതിർന്ന സ്ത്രീയാണ്, നമ്മുടെ മണ്ണാർശാല അമ്മ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അവിടെ ചെന്ന് മനമുരുകി പ്രാർത്ഥിച്ച് ഒരു ഉരുടി കമിഴ്ത്തിയാൽ മതി, നാഗരാജാവ് അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. അപ്പൊ ശരി, ഈ കാവിന്റെ കഥകളും വിശേഷങ്ങളും ഇനിയും ഒത്തിരി പറയാനുണ്ട്. നാഗത്തന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോ ശരി എന്നാ.